2004 ജൂലൈ 12 ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഉണ്ടായ ഏകൊരു മകളാണ് ഞാൻ. ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ടു സേ ദാറ്റ് ഐ വാസ് ദ ഫസ്റ്റ് ചൈൽഡ് ടു ദ ഫാമിലി. ഐ വാസ് ബോൺ ടു എ വെരി കൺസർവേറ്റീവ് ഫാമിലി. അതുപോലെ തന്നെ ആദ്യത്തെ മോളും ആയതുകൊണ്ട് ഐ ഗോട്ട് എ ലോട്ട് ഓഫ് ലക്കി ചാൻസസ്. ഒരുപാട് കെയർ, ഒരുപാട് ലവ് ആൻഡ് എല്ലാവരുടെയും ഒരു ഓമനമുത്തായിരുന്നു. ആൻഡ് സഡൻലി ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് മൈ പാരൻസ് ഗോട്ട് സെപ്പറേറ്റഡ് ആൻഡ് ഐ മൂവ് അലോങ് വിത്ത് മൈ മദർ ടു ദ മദേഴ്സ് ഫാമിലി. ഉമ്മൻ്റെ വീട്ടിലേക്ക് ഉമ്മൻ്റെ കൂടെ ഞാൻ മാറി. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഷാറ്ററിങ് ടൈം ഫോർ മീ. ഉമ്മൻ്റെ വീട്ടിലേക്ക് മാറിയതോട് കൂടിയിട്ട് എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആയിരുന്നു. എൻ്റെ പാരൻസ് എന്നോട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നു, എന്നോടാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല. ബട്ട് ലേറ്റർ മൈ ഫാദർ ഗോട്ട് മാരിഡ് അനദർ വൈഫ്. വേറൊരു വൈഫിനെ മാരി ചെയ്തു. അതിനുശേഷം കുറച്ച് കാലത്തിന് ശേഷം എൻ്റെ ഉമ്മയെ തിരിച്ച് റീമാരി ചെയ്യുന്ന ചെയ്തു. ബട്ട് ഓൾ ഓഫ് ദാറ്റ് വാട്ട് ഐ ഫീൽ ഈസ്, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ടായി നിന്നിട്ട് എൻ്റെ ഉമ്മയായിരുന്നു. എന്ത് വന്നു കഴിഞ്ഞാലും അത് മറച്ചു വെച്ചിട്ട് എൻ്റെ സപ്പോർട്ട്, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ഡ്രീം എന്താണോ അതിനുവേണ്ടി എൻ്റെ കൂടെ നിൽക്കും. ഇതൊരു സൈഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഫാമിലി മാറ്റർ, ഉപ്പക്ക് 2 വൈഫ് ഉണ്ട്, അതിന് ചെറിയ ഇഷ്യൂസ്, കാര്യങ്ങൾ, ഫാമിലി റിലേറ്റീവ്സ് ആയാലും പ്രശ്നങ്ങളൊക്കെ ഒരു സൈഡിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ അൽ-ഇർഷാദ് സെൻട്രൽ സ്കൂളിലാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് സ്റ്റേജിന്റെ മുന്നിൽ നിൽക്കുക, സംസാരിക്കുക, ഓഡിയൻസ്, മൈക്ക് എന്നതായിരുന്നു. ഞാൻ ഫസ്റ്റ് ആയിട്ട് സ്റ്റേജ് മേൽ കയറിയത് UKG എന്നാണ്. UKG അത്രയ്ക്ക് ആഗ്രഹം കൊണ്ട് ഒരു പാട്ട് പാടാൻ കയറിയാണ്. പാട്ടൊക്കെ ഞാൻ പഠിച്ചു, പക്ഷെ സ്റ്റേജ് മേൽ കയറി ആൾക്കാരെ കണ്ട സമയത്ത് ഫുൾ ഷാറ്ററായി. ഒന്നും അറിയില്ല എന്താ ചെയ്യേണ്ടത്. അങ്ങനെ നിന്നപ്പോൾ അവർ കർട്ടൻ താത്തി ഇറങ്ങേണ്ടി വന്നു. പിന്നെ ഞാൻ അവരോട് കൈയും കാലും പിടിച്ച് പറഞ്ഞപ്പം അവർ പറഞ്ഞു, ഓക്കെ ദിൽഫ നീ കയറിക്കോ, സംസാരിച്ചോന്ന് പറഞ്ഞു, പാടിക്കോന്ന് പറഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പാടാൻ വിചാരിച്ചത് നല്ലൊരു പാട്ടും, പക്ഷെ പാടിയത് ABCD ആയിപ്പോയി. അപ്പൊ ഞാൻ പക്ഷെ ഉമ്മൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഉമ്മ ഞാൻ പാട്ട് പാടി എന്നൊക്കെ പറഞ്ഞു. ഉമ്മ എന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. പക്ഷെ ഉമ്മ അവിടെ നീ അത് പാടിയില്ലല്ലോ എന്നൊന്നും പറയാതെ ജസ്റ്റ് കൺഗ്രാറ്റുലേഷൻ മാത്രമായിരുന്നു തന്നത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം അസംബ്ലിയിൽ ഹോസ്റ്റ് ചെയ്യാന്നുള്ളായിരുന്നു. കാരണം അസംബ്ലിയിൽ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ആൾക്കാരും ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആണ്. അങ്ങനെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കുമ്പം എന്നെ കയറ്റില്ല. കാരണം അത്യാവശ്യം ലുക്ക് വേണം, പഠിക്കാൻ അക്കാഡമിക്സിൽ ഫ്രണ്ടിലുള്ള ആൾക്കാരെ മാത്രമേ സ്റ്റേജിൽ കയറ്റുള്ളൂ. അങ്ങനെ ഞാൻ കുറെ വഴിയൊക്കെ നടന്നു. 5th സ്റ്റാൻഡേർഡിന് എൻ്റെ ഒരു ടീച്ചർ എൻ്റെ കണ്ണിലുള്ള ഒരു സ്പാർക്ക്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ആഗ്രഹം കത്തി കാണുന്നത് കണ്ട സമയത്ത് എന്നോട് പറഞ്ഞു, ദിൽഫ നിനക്ക് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുതരാം, നീ ഹോസ്റ്റ് ചെയ്തോ, സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു മാസം നമ്മളെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ ഉണ്ട്, ട്രെയിനറുടെ ബാക്കിൽ നടന്ന് ഓൾമോസ്റ്റ് 1 മന്തോളം ഞാൻ ബാക്കിൽ നടന്ന് ആ സ്ക്രിപ്റ്റ് റീമേക്ക് ചെയ്തു. നല്ല സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. അസംബ്ലിയിൽ പോയി ഹോസ്റ്റ് ചെയ്തു, പ്രിൻസിപ്പൽ അപ്രീഷിയേറ്റ് ചെയ്തു, എല്ലാവരും ഭയങ്കര അപ്ലോസ് കാര്യങ്ങളൊക്കെ തന്നു. അപ്പൊ ആ മൊമെന്റിലാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എൻ്റെ ഉള്ളിലും ഇങ്ങനെ ഒരു നല്ല കോൺഫിഡൻസ് ആയിട്ടുള്ള നല്ലൊരു ഫേസ് ഓഫ് ദിൽഫ ഉണ്ട്, നിനക്ക് പ്രസന്റർ ആവാൻ പറ്റും, പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് ഇറങ്ങാൻ പറ്റും എന്നുള്ള ചെറിയ മനസ്സിലായി. പക്ഷെ വേറൊരു സൈഡിൽ എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയിരുന്ന ഒരു കാര്യം, എന്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഇമോഷണലി ഡൗൺ ആയി പോകുന്നുണ്ട്. എനിക്ക് വീട്ടിൽ ഞാൻ പേഴ്സണലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ അത്ര ഓപ്പൺ ആക്കി പറയാൻ എനിക്ക് തോന്നിയില്ല. ബിക്കോസ് ഐ നോ ഹൗ മൈ മദർ ഫീൽ ഇറ്റ്സ്. അപ്പം അത് ഭയങ്കര സങ്കടപ്പെടുത്തിയ സമയത്ത് ഞാൻ പലപ്പോഴും ആലോചിക്കുമായിരുന്നു ഞാൻ എങ്ങനെ ഇത് ഉമ്മൻ്റെ അടുത്ത് പറയാൻ. ബട്ട് ഞാൻ അന്ന് മുതലേ ഒരു ഓൺലി ചൈൽഡ് ആണ്. കസിൻസ്, ഫാമിലീസ് ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഞാൻ മോൾഡപ്പ് ചെയ്ത് വന്നത് സെൽഫ് മോട്ടിവേഷനിലൂടെയാണ്. ഐ യൂസ് ടു വാച്ച് ലോട്ട് ഓഫ് വീഡിയോസ് ഫ്രം ദ യൂട്യൂബ്. അതിൽ എന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് മുനീബ മസാരി ആൻഡ് സഹല പർവീൻ. അതിൽ സഹല പർവീൻ്റെ ഓരോ തോട്ട്സ്, ഇത് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാനും വിചാരിക്കും എനിക്ക് എന്തോടെ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്തുകൂടാ, വൈ നോട്ട് ഐ ബിക്കം സച്ച് എ പേഴ്സൺ ലൈക്ക് ദാറ്റ്. അങ്ങനെ ഓരോ വീഡിയോസ് കണ്ടും സെൽഫ് മോട്ടിവേഷനിലൂടെയും ജസ്റ്റ് ഇങ്ങനെ കര കയറി വന്നു. 8th സ്റ്റാൻഡേർഡിനാണ് റിയൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ സ്കൂളിൽ റേഡിയോ ജോക്കി ഉണ്ട്. അപ്പോൾ റേഡിയോ ജോക്കീസിനെ ഉൾപ്പെടുത്തി ഇന്റർവ്യൂവിൻ്റെ സെഷനിൽ എന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഐ ഗോട്ട് ലൂസ് ഫ്രം ദെയർ. അപ്പം ഞാൻ എന്തോ ഒരു സൈഡിലൂടെ ഇങ്ങനെ എന്തൊക്കെയോ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ബട്ട് 9th സ്റ്റാൻഡേർഡിൽ എത്തിയപ്പം ഞാൻ എങ്ങനെയോ റേഡിയോ ജോക്കിയിൽ എത്തിപ്പെട്ടു. ഐ ഓൾവേസ് ലുക്ക് ഇൻ ദ കമ്പ്യൂട്ടർ ലാബിൽ നമുക്കൊരു റേഡിയോ ജോക്കിൻ്റെ സെഷൻ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. ബട്ട് ചാൻസ് കിട്ടിയിട്ടില്ല. അങ്ങനെ 9th സ്റ്റാൻഡേർഡിൽ ഞാൻ എങ്ങനെയോ കയറി പറ്റി. അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഓരോ റേഡിയോ ജോക്കീസ് ആയിട്ടും കണ്ടക്ട് ചെയ്തു, സെഷൻസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. ദ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഞാൻ 9th പഠിക്കുന്ന സമയത്ത് ഡിഗ്രി ഫസ്റ്റ് ഇയർ ഉള്ള സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞതോട് കൂടിയിട്ട് എനിക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് മോട്ടിവേഷണൽ സ്പീക്കർ ആവണം, എനിക്ക് ട്രെയിനർ ആവണം, എനിക്ക് ഒരുപാട് ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങി. പക്ഷേ ആരെടുത്ത് പോയി കഴിഞ്ഞാലും നിനക്ക് മോട്ടിവേഷണൽ സ്പീക്കർ ആവാൻ പറ്റൂല, അത് നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് മാത്രമേ ആവുള്ളൂ, നീ വേറെ കരിയർ ചൂസ് ചെയ്യണം എന്ന്, സയൻസ് എടുക്കണമൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ സയൻസ് എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഇത് എല്ലാം കൂടെ മനസ്സിലാക്കിയപ്പം ഞാൻ പഠനത്തിൽ നിന്ന് ബാക്കോട്ട് പോയി ഇങ്ങനത്തെ കോകരിക്കുലർ ആക്ടിവിറ്റീസിൽ നല്ലപോലെ മുന്നോട്ടും കയറാൻ തുടങ്ങി.
അപ്പോൾ ആ ഒരു മൊമെന്റിൽ എൻ്റെ സാറ് പറഞ്ഞു, ഞാൻ ഭയങ്കര ഡൗൺ ആയി, ഫാമിലിയിൽ നിന്ന് കുറച്ച് പ്രഷേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സിൻ്റെ അടുത്തും കുറച്ച് പ്രഷേഴ്സ്. അതിനിടയ്ക്ക് ഉമ്മനോട് ഒരുപാട് ആളുകൾ റിലേറ്റീവ്സ് ഒക്കെ മെല്ലെ പോയി പറയുന്നുണ്ട്, പെൺകുട്ടിയാണ്, ശ്രദ്ധിക്കണം, അവൾ അങ്ങനെ വിട്ട് കളയരുത്, അല്ലെങ്കിൽ അവളൊന്ന് ഒതുക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ. പക്ഷെ ഉമ്മ എൻ്റെ അടുത്ത് അതൊന്നും ഇങ്ങനെ എടുത്ത് പറയില്ല. ഷി ഓൾവേസ് കീപ്സ് വിത്തിൻ ഹെർ. പക്ഷെ ഞാനൊരു തവണ അത് മനസ്സിലാക്കി. അപ്പം എനിക്ക് ഭയങ്കര ഡൗൺ ആയ സമയത്ത് എൻ്റെ സാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ദിൽഫ, നമ്മൾ പാവപ്പെട്ടവനായിട്ട് ജനിച്ചാൽ, അല്ലെങ്കിൽ ഒരു ബാക്ക്വേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നമ്മൾ വരുന്ന വഴി ബോറാണെങ്കിലോ അല്ലെങ്കിൽ ഷാറ്റേഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ അത് നമ്മളെ മിസ്റ്റേക്ക് അല്ല. ബട്ട് ഇഫ് യു ഡൈഡ് ആസ് എ പുവർ, ദാറ്റ്സ് എ ഗ്രേറ്റ് മിസ്റ്റേക്ക്. സോ യു ആർ എ ഗ്രേറ്റ് ഹ്യൂമൻ. നിനക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഒരേ ഒരു കോട്ടിംഗ് ആണ്, പാവപ്പെട്ടവനോ എന്ത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവനോ ആയിക്കോട്ടെ, വി ഡോണ്ട് ഹാവ് ടു മാച്ച് ഫോർ എനിത്തിങ്. അങ്ങനെ +1 കയറുന്നത് കൊറോണ ടൈമിലാണ്, ഓൺലൈൻ ക്ലാസ്സസ് ആണ്. +1 കയറിയപ്പോൾ ഞാൻ ചെറുതായിട്ട് ഫേസ് കാര്യങ്ങളൊക്കെ കൊടുത്തു. ബട്ട് സഡൻലി എൻ്റെ 17th ബർത്ത്ഡേ July 12 പെട്ടെന്ന് എനിക്കൊരു പെയിൻ വന്നു, ഹോസ്പിറ്റലൈസ് ചെയ്തു. 1 വീക്കോളം എടുത്തു ആ ഒരു അസുഖം എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ. പെട്ടെന്ന് പെയിന്, ശ്വാസം മുട്ടൽ എല്ലാം കൂടെ വന്ന് ഇങ്ങനെ കംപ്ലീറ്റ്ലി തളർന്നു. ഉമ്മ എല്ലാവരും നല്ലപോലെ പേടിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ആർക്കും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ആക്ച്വലി ഇറ്റ് വാസ് ഞരമ്പിൽ നീരിറക്കം വന്നതായിരുന്നു. ബട്ട് കംപ്ലീറ്റ്ലി ഞാൻ ഔട്ടായി, എൻ്റെ ട്രാക്കിൽ നിന്നെല്ലാം വിട്ടു. അന്നാണ് July 12 17th ബർത്ത്ഡേ എന്നാണ് എനിക്ക് ഫസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ 10K അടിക്കുന്നത്. അപ്പൊ ഈ ഒരു 10K അടിച്ചതിന് ശേഷം ഞാൻ കംപ്ലീറ്റ്ലി ഓഫായി. 2 months എന്നോളം റെസ്റ്റ് പറഞ്ഞു. ആ റെസ്റ്റ് പറഞ്ഞതോട് കൂടിയിട്ട് ഞാൻ ഒക്കെ ഓഫ് ചെയ്തു, ഇൻസ്റ്റഗ്രാമെല്ലാം ഡീആക്ടിവേറ്റ് ചെയ്തു. 2 to 3 months കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുത്തു. ഈ റെസ്റ്റ് എടുത്തതിൽ ഞാൻ നല്ല വെയിറ്റ് കൂടി, PCOS കൂടി, മുഖമെല്ലാം ചബ്ബിയായി. അതിലെനിക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ പറ്റിയില്ല. ഞാൻ ക്യാമറയുടെ മുന്നിൽ ക്യാമറ ഫേസ് ആയിട്ട് ഒരുപാട് ചെയ്യലുണ്ടായിരുന്നു. ബട്ട് സഡൻലി എനിക്കെല്ലാം ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഐ കാൺ ഡു എനിത്തിങ്, കംപ്ലീറ്റ്ലി ഓഫായി. പിന്നെ ഞാൻ തിരിച്ചു വരുന്നത് ഓൾമോസ്റ്റ് 1 year. ഐ ടുക്ക് കറക്റ്റ് 1 year ടു കം ബാക്ക് ടു മൈ ഓൺ ട്രാക്ക്. അതുപോലെ തന്നെ ഞാൻ ADN ടോക്സ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നത്. ആക്ച്വലി ഇറ്റ് വാസ് ആൻ എൻലൈറ്റനിങ് മൊമെന്റ് ഫോർ മീ. ഞാൻ അവിടെ നിന്നാണ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷണൽ ലൈഫ് കോച്ച് ആയതും. എൻ്റെ ലൈഫിൽ ഒരു പുതിയ ഫേസ് ഉണ്ട്, ഞാൻ ഇതുവരെ ജീവിച്ചതുപോലെ അല്ല, നമ്മൾ മാറി ചിന്തിക്കണം, നമ്മൾ ലൈഫിൽ എന്താണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞത് ADN ടോക്സ് എന്നാണ്. ഞാൻ അവിടെ പോയതിനു ശേഷമാണ് എൻ്റെ ലൈഫിലുള്ള ഒരുപാട് റിയലൈസേഷൻസ് മനസ്സിലാക്കിയതും, എൻ്റെ ഉള്ളിൽ എത്രത്തോളം സ്കില്ലുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ പർപ്പസ് എന്താണെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പം ആ ഒരു 1 year ബ്രേക്കിൽ ഞാൻ പലപ്പോഴും വിചാരിച്ചു, എന്നോട് പല ആളുകളും ചോദിച്ചിട്ട്, നീ എന്താ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഇടാത്തത്, അല്ലെങ്കിൽ നീ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തിനാ ഡ്രോപ്പ് ചെയ്തത് എന്നൊക്കെ ചോദിക്കും. ബട്ട് ആ സമയത്തൊക്കെ ഞാൻ വിചാരിക്കും, ഞാൻ 1 year കംപ്ലീറ്റ്ലി വെറുതെ വേസ്റ്റ് ചെയ്ത് എന്നാണ്. ആക്ച്വലി അതൊരു വേസ്റ്റിംഗ് അല്ല, അത് ഞാൻ തിരിച്ചു വരാനുള്ള ഒരു മൊമെന്റ് ആയിരുന്നു, എന്നെ മോൾഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള റിയലൈസേഷൻ കൂടെ എനിക്ക് കിട്ടി. ആ ഒരു 1 year കൊണ്ട് ഞാൻ പഠിച്ചെടുത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും കോൺഷ്യസ് ആയിരുന്നു ഹൗ ഐ ലുക്ക്. ഞാൻ വെയിറ്റ് ഓവറാണ്, ഞാൻ നല്ല ഹൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അത് പറ്റൂല ഇത് പറ്റൂല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്ന ഒരാളായിരുന്നു. ബട്ട് നൗ ഐ റിയലൈസ് ദാറ്റ് നമ്മളെ പറ്റി ആരെന്ത് പറഞ്ഞാലും അത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓരോ ആളുകൾക്കും നമ്മളോട് ഒപ്പീനിയൻ പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ ആ ഒരു ഒപ്പീനിയൻ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ദ ഓൺലി പേഴ്സൺ ഹു വാണ്ട് ടു ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു ഡു ഈസ് യു. നമ്മളല്ലാതെ വേറൊരാൾക്കും നമ്മളെ ഒരു കമാൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പവർ വിട്ടുകൊടുക്കാൻ പാടില്ല. സോ ഐ സ്റ്റാർട്ടഡ് ലവിങ് മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ, ഞാൻ എങ്ങനെയാണോ അതുപോലെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞാൻ ആസ്വദിച്ച് തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചൊരു ഭംഗിയുണ്ട്. ദ ബ്യൂട്ടി ലൈസ് വിത്തിൻ മൈസെൽഫ്. ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ ഓരോ കാര്യത്തിലും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. ഐ ആക്സെപ്റ്റ് ജസ്റ്റ് ദ വേ ഐ ആം ആൻഡ് ഐ ആക്സെപ്റ്റ് ദ വേ വാട്ട് ഐ ആം. ഞാൻ എന്താണോ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യമാണ്, ഞാൻ എപ്പോഴും ഏതൊരു മൊമെന്റിൽ ഏതൊരു പ്ലാറ്റ്ഫോമിൽ പോവുകയാണെങ്കിലും, ഞാൻ ഒരു 8th സ്റ്റാൻഡേർഡിന് ജേർണി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഒരു തുടങ്ങിയത് മുതൽ മേ ബി ഒരു ലാസ്റ്റ് മൊമെന്റ് വരെ ഞാൻ ഓരോ ഓപ്പർച്യൂണിറ്റീസ് ചോദിച്ചു വാങ്ങിയതാണ്. എല്ലാ സമയത്തും നമ്മളെ അന്വേഷിച്ച ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങോട്ട് വരണമെന്നില്ല. ബട്ട് സംടൈംസ് നമ്മൾ അങ്ങോട്ട് പോയി നോക്ക് ചെയ്താലേ നമുക്കുള്ള വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ അപ്പ് ആവുന്നുള്ളൂ. ഞാൻ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് പ്രസന്റിങ് ഇൻ ഫ്രണ്ട് ഓഫ് എവറി വൺ. ഓഡിയൻസ്, സ്റ്റേജ് മൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ക്രേസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഞാൻ എങ്ങനെ ബിൽഡപ്പ് ചെയ്തെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഈസ് ഐ സീക്ക് ഫോർ ദ ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ എന്ത് ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിഞ്ഞാലും ഞാൻ നോ പറയില്ല. വെദർ ഞാൻ അവിടെ ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ എനിക്കൊന്നും കഴിയില്ല എന്ന് തോന്നിയാലും അറ്റ്ലീസ്റ്റ് ഐ വിൽ ഗോ ആൻഡ് സ്റ്റാൻഡ് ആൻഡ് ഫേസ് ദം. ദാറ്റ്സ് വാട്ട് വി ഓൾ ഹാവ് ടു ഡു. നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഞാൻ കൊണ്ടുവന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം അതാണ്. ഈവൻ ഒരു ഫീഡ്ബാക്കിനാണെങ്കിലും കൂടിയിട്ട് ഞാൻ ചാടി കയറുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് മൈസെൽഫ്. ഞാൻ അവിടെ പറഞ്ഞ ശരിയാവോ അല്ലെ തെറ്റിപ്പോവോ എന്നുള്ള കാര്യം ഞാൻ പാടെ ഒഴിവാക്കി.
ഐ കംപ്ലീറ്റ്ലി അവോയ്ഡഡ് ദാറ്റ്. കാരണം ആ ഒരു തോട്ടാണ് നമ്മൾ എപ്പോഴും ബാക്കോട്ടേക്ക് വലിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു തോട്ട് എടുത്ത് കളഞ്ഞ സമയത്ത് തന്നെ ഐ സ്റ്റാർട്ടഡ് enjoying the stage mic and the beauty of presenting in front of the people. അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ അല്ലെങ്കിൽ പ്രസന്റേഷൻ സ്കില്ലോ ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ only the thing you have to do is just take a stand in front of everyone. ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യുക. അതിൽ എന്നെ പറ്റി വേറെ ആരെങ്കിലും എന്തെങ്കിലും ചിന്തിക്കോ എന്നുള്ള കാര്യം ഒഴിവാക്കുക. ജസ്റ്റ് കം അപ്പ് ദ വേ, ജസ്റ്റ് ഹൂ യു ആർ. നിങ്ങൾ എന്താണോ, നിങ്ങൾക്ക് എന്ത് പറയണോ, ജസ്റ്റ് ബി യുവർ സെൽഫ്. നമ്മളായിട്ടിരുന്ന് ഒരാളുടെ മുന്നിൽ പോയി സംസാരിക്കുമ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു മുഖംമൂടിയിട്ട് പോകുന്ന സമയത്തും ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. സോ ബി യുവർ സെൽഫ് ആൻഡ് ലവ് ഹൂ ദ വേ യു ആർ. ദാറ്റ്സ് വാട്ട് ഓൾ വി നീഡഡ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലെറ്റ് മീ ടെൽ യു ദാറ്റ് നമ്മളൊരു സക്സസ് ജേർണിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീമിലേക്ക് പോകുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ഓൾവേസ് ദാറ്റ് ഈസി. നമ്മൾ വിചാരിക്കും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം വരട്ടെ അന്നപ്പോൾ എനിക്ക് തുടങ്ങാം എന്നുള്ളത്. ദാറ്റ്സ് നോട്ട്. എപ്പോഴും നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമാണ്. സ്റ്റാർട്ട് വെർ യു ആർ നൗ, സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ്. നമുക്കൊരു എന്താണോ ഉള്ളത് അത് വെച്ച് തുടങ്ങാം. ആൻഡ് നമ്മൾ എന്തായാലും ഒരു ജേർണിയിലേക്ക് തുടങ്ങുന്ന സമയത്ത് there will be always two people. ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും, ചില ആളുകൾ നമ്മളെ നെഗറ്റീവ് അടിച്ചിട്ട് താഴ്ത്തും. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പം ഓരോ കൂട്ടർ പറയും ദിൽഫ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റൂല, നീ ഡ്രോപ്പ് ചെയ്തേ, നീ അങ്ങനെയാണ്, നമ്മൾ ഈ ഒരു ഫാമിലിയിൽ നിന്ന് വന്നതാണ്, നീ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്, നിനക്കത് പറ്റൂല, നിനക്ക് ആ കഴിവില്ല എന്ന്. നമ്മളിങ്ങനെ പോയി അവിടെ തോറ്റ് കഴിഞ്ഞാൽ അവർ പറയും നിന്നോട് ഞാൻ അപ്പളേ പറഞ്ഞിട്ടില്ലേ പോകണ്ട, നീ പിന്നെ എന്തിനാ പോയെന്ന് ചോദിക്കും. അഥവാ നമ്മൾ അവിടെ സക്സസ് ആയിട്ട് മുകളിലെത്തി കഴിഞ്ഞാൽ അവർ പറയും ഞാൻ പറഞ്ഞില്ലേ നീ ജയിക്കൂ എന്നുള്ളത്. ഈ ഒരു കാര്യവും ഞാൻ ഇതിന് ചെറുപ്പത്തിൽ നിന്ന് കേട്ടതാണെങ്കിലും ഞാൻ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ ഗോ ഫോർ വാട്ട് യു വാണ്ട് ആൻഡ് ഗോ ഫോർ ദ വേ യു വാണ്ട് ടു ബി. ജസ്റ്റ് ബി യുവർ സെൽഫ് ആൻഡ് എൻജോയ്